അസ്സലാമു അലൈക്കും. ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മൾ ഫിഖാണ്. ഒന്നാം പാഠമായ ഹാഫിള് അല സ്വലവാത്തി എന്നുള്ള പാഠമാണ്. നമുക്കിന്ന് പാഠത്തിലേക്ക് കടന്നാലോ? പാഠത്തിലേക്ക് കടന്ന ശേഷം ആദ്യം കാണുന്ന ഒരു ദുആ ആണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ അർത്ഥം വരുന്നത് ദയാനിധിയും കാരുണ്യനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു എന്നാണ് അർത്ഥം വരുന്നത്. അൽഹംദുലില്ലാഹില്ലദി അല്ലമ ബിൽ ഖലം വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന ദുആഇൻ്റെ അർത്ഥം വരുന്നത് കലമിലൂടെ അല്ലെങ്കിൽ പേനയിലൂടെ മനുഷ്യനെ എഴുതാൻ പഠിപ്പിച്ച അള്ളാഹുവിനെ സ്തുതി. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സ്വഹാബിമാർക്കും സമാധാനവും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്നാണ് ഈ ദുആയുടെ അർത്ഥം വരുന്നത്. അതിനുശേഷം നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ് ആണ് ഹാഫിളു അല സ്വലവാത്തി. അതിൻ്റെ അർത്ഥം വരുന്നത് നമസ്കാരങ്ങൾ കാത്തു സൂക്ഷിക്കുക. നിസ്കാരം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണല്ലോ, സമയത്ത് നിർവഹിക്കുക. അയ്യുഹൽ വലതു അസീസ്, അർത്ഥം പ്രിയപ്പെട്ട കുട്ടിയെ അല്ലെങ്കിൽ കുഞ്ഞെ അല്ലെങ്കിൽ മോനെ എന്നും പറയാം. ഖദ് തഅലംത അൻ സ്വലവാത്തി ഖംസ ഫർളു അലാ കുല്ലി മുസ്ലിമിൻ ബാലിഗിൻ ആഖിലിൻ ത്വാഹിരിൻ. ത്വാഹിരിൻ്റെ അർത്ഥം ശുദ്ധിയുള്ള, ആഖിലിൻ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ, ബാലിഗിൻ ബുദ്ധിയുള്ള. 5 വക്ത് നിസ്കാരം ഓരോ ബുദ്ധിയുള്ള പ്രായപൂർത്തിയായ മുസ്ലിം ശുദ്ധിയുള്ള എല്ലാ മുസ്ലിമേലും നിർബന്ധമാണെന്ന് നീ പഠിച്ചിട്ടുണ്ട്. അതാണ് ഈ വരിയുടെ അർത്ഥം വരുന്നത്. അടുത്ത വരിയിൽ എന്താ പറയുന്നത്? ഫഇന്നഹ അഫ്ളലു ഇബാദത്തി വഅലുഹും ത്വാഅത്തി ബഅദ ഷഹാദത്തി വഹിയ അവ്വലു മാ യുഹാസബു ബിഹി അബ്ദു യൗമ ഖിയാമ. ഇതിൻ്റെ അർത്ഥം ഒന്ന് നോക്കൂ. 2 ഷഹാദത്ത് കലിമയ്ക്ക് ശേഷം ഏറ്റവും മികച്ച ആരാധനയുമാണ് ഈ നിസ്കാരം. വലിയ അനുസരണയും എന്ന് പറഞ്ഞാൽ സൽക്രമം ിലും ഏറ്റവും ശ്രേഷ്ഠമായത് അഫ്ളൽ ശ്രേഷ്ഠമായതാണ് നമസ്കാരം എന്ന് വെച്ചാൽ നിസ്കാരം. വഹിയ അവ്വലു മാ യുഹാസബു ബിഹി അബ്ദു യൗമ ഖിയാമ. ഖിയാം നാളിൻ്റെ അന്ന് ആദ്യമായി വിചാരണക്ക് തൻ്റെ അടിമയെ ആദ്യം ചോദ്യം ചെയ്യപ്പെടുക നിസ്കാരത്തെ പറ്റിയാണ് എന്നാണ് ഇതിൻ്റെ ആശയം വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ദീന ലിമൻ ലാ സ്വലാത്ത ലഹു. നമസ്കാരം ഇല്ലാത്തവൻ മതമില്ല. ദീന് എന്ന് പറഞ്ഞാൽ മതം. വഇന്നമാ മൗളിഉ സ്വലാത്തി മിനദ്ദീനി കമൗളിഇ റഅസി മിനൽ ജസദി. ഇതിൻ്റെ അർത്ഥം വരുന്നത് ശരീരത്തിന് തല എത്ര പ്രധാനമാണോ അതുപോലെ മതത്തിൽ നമസ്കാരത്തിനും അത്ര പ്രധാനമാണ്. ഇതാണ് ഇതിൻ്റെ ആശയം വരുന്നത്. അടുത്ത വരി നോക്കൂ. അടുത്തത് നബി തങ്ങൾ പറയണം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത്തു ഇമാദു ദീനി ഫമൻ അഖാമഹ ഫഖദ് ഖാമ ദീന വമൻ ഹദമഹ ഫഖദ് ഹദമ ദീന എന്നാണ് വരുന്നത്, നിമിത്തങ്ങൾ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം വരുന്നത് നോക്കൂ. അർത്ഥത്തിൽ കാണിക്കുന്നത് നമസ്കാരം മതത്തിൻ്റെ തൂണാണ്. ആരാണോ അത് ശരിയായി ചെയ്യുന്നത് അവൻ മതത്തെ നിലനിർത്തുന്നു. ആരാണോ അത് ഉപേക്ഷിക്കുന്നത് അവൻ മതത്തെ തകർക്കുന്നു. അതാണ് ഇതിൻ്റെ ആശയം വരുന്നത്.